ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ പുതിയൊരു ലോങ് വീഡിയോ ഇടുന്നത്. നമുക്ക് റമദാനിൻ്റെ തുടക്കം തന്നെ ആയിരിക്കട്ടെ അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? സുഖമല്ലേ? എല്ലാവരും തുടങ്ങിയോ പണികളൊക്കെ? ഞാനിതാ 3 മണിയായപ്പോഴേക്കിനെ തുടങ്ങി. ഇന്ന് എല്ലാവരുടെ വീട്ടിൽ എന്താണ് സ്പെഷ്യലൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇതാ ഞാൻ പൊടിയൊക്കെ വാട്ടി പത്തിരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് പത്തിരിയൊക്കെ ആയിരിക്കില്ലേ? പൊടിയൊക്കെ വാട്ടി പിന്നെന്താ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊന്നും വലിയ എഡിറ്ററൊന്നും ഇല്ലല്ലോ, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതെല്ലാവരും ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് അങ്ങനെ പൊടിയൊക്കെ വാട്ടി വെച്ച് നമുക്ക് പത്തിരി പരത്തി ചുടുന്നതിലേക്ക് പോവാം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായി എടുക്കണേ ഉള്ളൂ, ഫുള്ളായിട്ടൊന്നും എടുക്കാനും അറിയില്ല. ഒറ്റയ്ക്കല്ലേ, വേറെ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തു തരാൻ വേണം. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അപ്പോഴേക്കും ഒന്ന് ഓണാക്കി കണ്ടൊക്കെയുള്ള പരിപാടികളാണ്. എന്നാലും ഇന്നൊരു വിധം ജോലി ചെയ്തതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടാതായിപ്പോയി, അതൊന്നും ഇല്ല. എന്നാലും എടുത്ത വീഡിയോസൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്നൊന്ന് അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും. ഇങ്ങനെ പത്തിരിയൊക്കെ പൊടിയൊക്കെ കുഴച്ചു പരത്തി ചുടാൻ തുടങ്ങി. കുറേ നീണ്ടുപോയി തോന്നുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ. നമുക്ക് എവിടേക്കോ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാതെ മറന്നുപോയി. എന്നാലും വേണ്ടിയില്ല, എല്ലാവരും ഒന്ന് കാണണേ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ കുക്കറൊക്കെ വേവിച്ച് ഉള്ളി വാറ്റി തക്കാളി ഇട്ടു, ഇഞ്ചി പച്ചമുളക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ട്. പിന്നെ സ്പീഡ് എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ച് സ്പീഡ് കൂടിപ്പോയി. എന്നാലും പെട്ടെന്ന് തന്നെ തീരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ലോങ് ആയിപ്പോയി വീഡിയോ, അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്. സടപടേ എന്ന് വിചാരിച്ചിട്ട് ഇതാ പൊടികളൊക്കെ ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ്, അങ്ങനെ എല്ലാവിധ പൊടികളും വാരിയിട്ട് നമ്മൾ ചിക്കൻ കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി കറിയൊക്കെ നമ്മൾ അടുപ്പത്താക്കി കുക്കറിലാക്കി വെച്ചു. ഇനി നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള ഓരോന്നാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഷമാമ
ഷമാമ നല്ലോണം പഴുത്തിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് പഴുക്കാൻ ഇവിടെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ലൈം അടിച്ചു. ഇനി നമ്മൾ എഗ്ഗ് കബാബ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. തേങ്ങാമുറി എന്നൊക്കെ പറയും, നമ്മൾ മലബാറുകാരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്കതിനോടുള്ള പരിപാടി തുടങ്ങാം. ആദ്യം നമ്മൾ ഇതിലേക്കുള്ള കൂട്ടുകളൊക്കെ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ എത്രത്തോളമാണ് സാധനം എടുക്കണം അതിനനുസരിച്ചുള്ള സാധനം എടുക്കണം. നമ്മൾ പിന്നെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം സവാള, അതെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് അതിൻ്റെ പച്ച മണം പോകുന്നവരെ കുറച്ച് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് എന്താ പറയുക, ഉടച്ച് വയ്ക്കുമല്ലേ, അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതാക്കി വെക്കുക, ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട വേണം, ബ്രെഡ് വേണം, കോൺഫ്ലവർ വേണം. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കിങ്ങനെ കോട്ടിങ്ങിനുണ്ട് വേണ്ടിയിട്ട്. വോയിസ് കൊടുക്കാനൊക്കെ അറിയണില്ല, കുറേ തെറ്റുകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാകപ്പിഴവ്, ചെറുതല്ല വലുതായിട്ട് തന്നെ ഉണ്ട്, എന്നാലും വേണ്ടിയില്ല, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വയ്യ നമുക്ക് ശരിയാക്കിയെടുക്കാം. ഇനി നമുക്ക് അത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതിനിടയിൽ കറിയും ശരിയാക്കുന്നത് കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് അതിലേക്ക് ഒഴിച്ച് പിന്നെ അത് സെറ്റായി, കറി സെറ്റായി. പിന്നെ നമ്മൾ എഗ്ഗ് കബാബ് പൊരിക്കാനുള്ള വറുത്തെടുക്കാനുള്ള പരിപാടിയിലാണ്. പുറത്ത് ആൾ ഭയങ്കര വത്തൊക്കെ കട്ടിങ്ങിലാണ്.